ഓണം പതിപ്പ്. ഉള്ളടക്കം. ആമുഖം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് ഓണം. അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളി കൂട്ടായ്മകൾ ഒത്തുചേർന്ന് വളരെ വിപുലമായി ഈ ഉത്സവം ആഘോഷിക്കുന്നു. പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിനെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ ഒരൊറ്റ നൂലിൽ കോർത്തിണക്കുന്ന സൗഹൃദത്തിൻ്റെ പ്രതീകമാണ് ഓണം. ഐതിഹ്യവും ചരിത്രവും. കള്ളവും ചതിയുമില്ലാതിരുന്ന കാലമായിരുന്നു അസുരരാജാവായ മഹാബലിയുടെ ഭരണകാലം. മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാരുടെ അപേക്ഷപ്രകാരം മഹാവിഷ്ണു വാമന അവതാരം എടുക്കുകയും മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിക്കുകയും ചെയ്തു. മഹാബലി ഇതൊന്നും അറിയാതെ അനുവാദം കൊടുത്തു. പിന്നീട് വാമനൻ ആകാശമുട്ടെ വളർന്നു. 2 കാൽപാദം കൊണ്ട് തന്നെ വാമനൻ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3-ാമത്തെ കാൽപാദം എവിടെ വയ്ക്കുമെന്ന് മഹാബലിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി അനുവാദം നൽകി. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയപ്പെടുന്നു. ആണ്ടിലൊരിക്കൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുവാൻ മഹാബലിയുടെ അപേക്ഷപ്രകാരം അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വരും എന്നതാണ് ഐതിഹ്യം. ഓണത്തിൻ്റെ 10 ദിനങ്ങൾ. ദിവസം 1 അത്തം നാളിൽ ഒരിനം പൂ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുന്നു. ദിവസം 2 ചിത്തിര നാളിൽ 2 ഇനം പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുന്നു. 3-ാം ദിവസം ചോതി നാളിൽ പൂക്കളത്തിൽ കൂടുതൽ വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു. ദിവസം 4 വിശാഖം നാളിൽ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ദിവസം 5 അനിഴം നാളിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ദിവസം 6 തൃക്കേട്ട നാളിൽ സമ്മാനങ്ങൾ കൈമാറലും ബന്ധുവീട്ടിൽ സന്ദർശനവും നടത്തുന്നു. ദിവസം 7 മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത്. പാരമ്പര്യ കലാരൂപങ്ങളുടെയും കായിക വിനോദങ്ങളുടെയും തുടക്കം കുറിക്കുന്നു. ദിവസം 8 പൂരാടം നാളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാനായി വീടും പരിസരങ്ങളും വൃത്തിയാക്കുന്നു. പൂക്കളം വലുതാക്കി ഒരുക്കുന്നു. ദിവസം 9 ഉത്രാടം നാളിൽ ഓണസദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു. ഇതിനെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നു. മുറ്റത്ത് പരമാവധി വലിപ്പത്തിൽ പൂക്കളം ഒരുക്കുന്നു. ദിവസം 10 തിരുവോണം നാളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു. ഓണസദ്യ. മലയാളിയുടെ സംസ്കാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഓണസദ്യ. കാണം വിറ്റും ഓണമുണ്ണണം എന്നാണല്ലോ ചൊല്ല്. വാഴ ഇലയിലാണ് സദ്യ വിളമ്പുന്നത്. ഇലയുടെ വീതിയുള്ള അറ്റം കഴിക്കുന്ന രീതിയിലാണ് ഇലയിടുന്നത്. തൊടുകറികളായ ഉപ്പ്, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങക്കറി, ശർക്കര വരട്ടി, കായ വറുത്തത്, പപ്പടം, പഴം എന്നിവ ഇലയുടെ മുകൾ ഭാഗത്ത് ഇടതുവശത്തായി ഇടുന്നു. ഒഴിച്ചുകറികൾ അവിയൽ, തോരൻ, കാളൻ, ഓലൻ, പച്ചടി, കൂട്ടുകറി, കിച്ചടി എന്നിവ ഇലയുടെ താഴത്തെയും വലതുവശത്തെയും ഭാഗങ്ങളിലായി വിളമ്പുന്നു. രസവും മോരും സദ്യയുടെ അവസാന ഘട്ടത്തിൽ ദഹനത്തിന് സഹായിക്കുന്നതിനായി വിളമ്പും. പിന്നീട് പലതര പായസങ്ങളും ഉണ്ടാകും. പൂക്കളം. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ആചാരങ്ങളിൽ ഒന്നാണ് പൂക്കളം ഒരുക്കുന്നത്. അത്തം നാൾ മുതൽ പൂക്കളം ഇട്ടു തുടങ്ങുന്നു. അത്തം നാളിൽ ഒരിനം പൂ കൊണ്ടും പൂക്കളം ഒരുക്കുന്നു. തുമ്പപ്പൂവാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 2-ാമത്തെ ദിവസം 2 ഇനം പൂവും കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. അങ്ങനെ
ഓരോ ദിവസം കഴിയുന്തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ഉത്രാടം നാളിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കും. പാരമ്പര്യ പൂക്കളായ തുമ്പപ്പൂ, തെച്ചി, മുക്കുറ്റി, കാക്കപ്പൂ, ചെമ്പരത്തി തുടങ്ങിയ നാടൻ പൂക്കളാണ് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഓണച്ചൊല്ലുകൾ. ഓണാഘോഷങ്ങളിലെ പരമ്പരാഗതമായ പലതും നമുക്ക് ഇന്ന് നഷ്ടമായി. അങ്ങനെ നഷ്ടപ്പെട്ടവയിൽ ഒന്നാണ് ഓണച്ചൊല്ലുകൾ. ഓണത്തേക്കാൾ വലിയ വാവില്ല, ഓണത്തിന് ഉറുമ്പും കരുതും, ഓണം കേറാമൂല, ഓണേട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി, തിരുവോണം തിരുതകൃതി, ഓണം കഴിഞ്ഞ് ഓലപ്പുര ഓട്ടപ്പുര, ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചുമാർക്കൊക്കെയും വെപ്രാളം. ഏഴോണവും ചിങ്ങത്തിലെ ഓണവും ഒരുമിച്ച് വന്നാലോ? ഓണം വരാനൊരു മൂലം വേണം, ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ? ഓണത്തപ്പ കുടവയറ എന്നു തീരും തിരുവോണം, ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം, അത്തം കറുത്താൽ ഓണം വെളുക്കും, അത്തം പത്തോണം, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ, കാണം വിറ്റും ഓണം ഉണ്ണണം. ഓണക്കളികൾ. വള്ളംകളി, കമ്പിത്തായംകളി, ബാരക്കളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്, കൈകൊട്ടിക്കളി, നായയും പുലിവാലും വയ്ക്കൽ, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുകുത്ത്, തലപ്പന്തുകളി, ആട്ടക്കളം കുത്തൽ, വടംവലി, പുലികളി. ഓണം ശൈലികൾ. ഓണം കേറാമൂല, ഓണം ഉണ്ണുക, ഓണപ്പാച്ചിൽ, ഓണമൂട്ടുക, ഓണം, ഓണം സൗഖ്യകാലം, ഓണം കൊള്ളുക, ഓണം വിഷു തിരുവാതിര, ഉത്രാടപ്പാച്ചിൽ. ഓണപ്പാട്ടുകൾ. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന പാട്ടാണ് മാവേലി നാടുവാണിയിടം കാലം എന്ന് തുടങ്ങുന്നത്. ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പാട്ടുകളും കൂടെ എഴുതി ചേർക്കാവുന്നതാണ്. അനുഷ്ഠാന കലകൾ. ഓണത്തെയ്യം, ഓണമില്ല്, വേലന്തുള്ളൽ, പുലികളി അഥവാ കടുവാക്കളി, കുമ്മാട്ടിക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണേശ്വരൻ അഥവാ ഓണപ്പൊട്ടൻ. അടുത്തതായി ക്യുസാണ്. ചിങ്ങം 1 ഏത് ദിവസമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. ഏത് ഐതിഹാസിക രാജാവാണ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം മഹാബലി. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? ഉത്തരം 1961. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങമാസം. മഹാബലിയുടെ യഥാർത്ഥ പേര്? ഉത്തരം ഇന്ദ്രസേനൻ. വാമന അവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗത്തിൽ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം വലിയ ത്യാഗം. ഏത് സ്ഥലത്താണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തുറ. മഹാബലിയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം വിരോചനൻ. അത്തം ദിനത്തിൽ എത്ര തരം പൂക്കളാണ് സാധാരണയായി ഒരുക്കുന്നത്? ഉത്തരം ഒരു ഇനം പൂവാണ്. തുമ്പപ്പൂവാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പമ്പ നദിയിൽ നടക്കുന്ന ആറന്മുള വള്ളംകളി ചിങ്ങമാസത്തിലെ ഏത് മലയാള നാളിലാണ് സാധാരണയായി നടക്കുന്നത്? ഉത്തരം ഉത്രട്ടാതി. കൂടുതൽ ചോദ്യോത്തരങ്ങൾ വേണ്ടവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കി എഴുതിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.